ഇന്ത്യയ്ക്കും പാകിസ്ഥാനുമിടയിൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ ഇന്ത്യയുടെ സൈനിക നടപടിക്ക് സജ്ജരെന്ന് പാക് പ്രതിരോധ മന്ത്രി. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് പ്രതികരണം. ഇന്ത്യ സൈനിക നടപടി എടുക്കുമെന്ന് ഉറപ്പാണെന്നും ഇന്ത്യ ആക്രമിക്കുമെന്ന് പാക് സൈന്യം സർക്കാരിനെ അറിയിച്ചതായും പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫ് വാർത്താ ഏജൻസിയോട് പറഞ്ഞു. അനിവാര്യമായ സൈനിക കടന്നുകയറ്റത്തെ പ്രതിരോധിക്കാൻ തയ്യാറെന്നും പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി കൂട്ടിച്ചേർത്തു. ഇന്ത്യയുടെ സൈനിക നടപടി ആസന്നമായിരിക്കുന്ന ഒന്നായതിനാൽ ഞങ്ങളുടെ സൈന്യത്തെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ചില തന്ത്രപരമായ തീരുമാനങ്ങളും എടുത്തിട്ടുണ്ടെന്നും റോയിട്ടേഴ്സിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാൻ അതീവ ജാഗ്രതയിലാണെന്നും തങ്ങളുടെ നിലനിൽപ്പിന് നേരിട്ട് ഭീഷണിയുണ്ടെങ്കിൽ മാത്രമേ തങ്ങളുടെ ആണവായുധ ശേഖരം ഉപയോഗിക്കൂവെന്നും അദ്ദേഹം പറഞ്ഞു. ഏപ്രിൽ 22-നായിരുന്നു രാജ്യത്തെ നടുക്കിയ പഹൽഗാം ഭീകരാക്രമണം. 26 ജീവനുകളാണ് ഭീകരരുടെ തോക്കിൻ മുൻപിൽ പൊലിഞ്ഞത്. സംഭവത്തെ തുടർന്ന് രാജ്യത്ത് വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. വർഷങ്ങൾക്ക് ശേഷം സിവിലിയന്മാർക്കെതിരെ നടന്ന ഏറ്റവും വലിയ ആക്രമണമായിരുന്നു അത്. ആക്രമണത്തിന് പാകിസ്ഥാൻ പിന്തുണ നൽകിയതായാണ് ഇന്ത്യ ആരോപിക്കുന്നത്. എന്നാൽ പാകിസ്ഥാൻ ഈ കുറ്റം നിഷേധിക്കുകയാണ്. ആക്രമണം നടത്തിയ ഭീകരർക്കായി ശക്തമായ തിരച്ചിലാണ് സൈന്യം നടത്തുന്നത്. ഇവരിൽ 2 പേർ പാകിസ്ഥാനികളാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധം അവസാനിപ്പിച്ച ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിക്കുകയും അട്ടാരി അതിർത്തി അടച്ചുപൂട്ടുകയും പാകിസ്ഥാൻ പൌരന്മാർക്കുള്ള വിസകൾ പിൻവലിക്കുകയും ചെയ്തിരുന്നു. പിന്നാലെ പാകിസ്ഥാൻ ഷിംല കരാർ റദ്ദാക്കുകയും ഇന്ത്യൻ നയതന്ത്രജ്ഞരെയും സൈനിക ഉപദേഷ്ടാക്കളെയും പുറത്താക്കാൻ ഉത്തരവിടുകയും ഇന്ത്യൻ പൌരന്മാർക്കുള്ള വിസ റദ്ദാക്കുകയും ഇന്ത്യൻ വിമാനങ്ങൾക്ക് വ്യോമപാത നിഷേധിക്കുകയും ചെയ്തു. ഇതിനിടെ പ്രകോപനപരമായ ഉള്ളടക്കം ചൂണ്ടിക്കാണിച്ച 1 ഡസനിലധികം പാകിസ്ഥാൻ യൂട്യൂബ് ചാനലുകൾക്കും ഇന്ത്യൻ സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ സംഘർഷം രൂക്ഷമായിക്കൊണ്ടിരിക്കെ തുടർച്ചയായി 5-ാം ദിനവും വെടിനിർത്തൽ കരാർ ലംഘിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെ നിയന്ത്രണ രേഖയിൽ 3 വെടിവയ്പുണ്ടായി. പാക് പ്രകോപനത്തിന് പിന്നാലെ ഇന്ത്യയും തിരിച്ചടിച്ചു. അർദ്ധരാത്രിയിൽ കുപ്വാര, ബാരാമുള്ള ജില്ലകൾക്ക് സമീപമുള്ള പ്രദേശങ്ങളിലും അഖ്നൂർ സെക്ടറിലുമാണ് നിയന്ത്രണ രേഖയ്ക്ക് സമീപം പാകിസ്ഥാൻ സൈന്യം പ്രകോപനമില്ലാതെ വെടിവയ്പ് നടത്തിയത്. അതേസമയം ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നങ്ങൾ നയതന്ത്ര തലത്തിൽ പരിഹരിക്കണമെന്ന് പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. യുദ്ധത്തിലേക്ക് നീങ്ങരുതെന്ന് പാക് പ്രധാനമന്ത്രിയോട് പറഞ്ഞെന്നും നവാസ് ഷെരീഫ് അറിയിച്ചു. കൂടിക്കാഴ്ചയിൽ ഇന്ത്യയുടെ നടപടികൾക്ക് ബദലായി പാകിസ്ഥാൻ ദേശീയ സുരക്ഷാ സമിതി യോഗത്തിന് ശേഷം സ്വീകരിച്ച നടപടികൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് നവാസ് ഷെരീഫിനെ ധരിപ്പിച്ചിട്ടുമുണ്ട്. സിന്ധു നദീജല കരാർ റദ്ദാക്കുക എന്ന ഇന്ത്യയുടെ ഏകപക്ഷീയമായ തീരുമാനം മേഖലയിൽ യുദ്ധഭീഷണി ഉയർത്തുന്നതാണെന്ന് ഷഹബാസ് നവാസ് ഷെരീഫിനോട് പറഞ്ഞതായി വാർത്താ ഏജൻസിയാണ് റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഇന്ത്യക്കെതിരെ കടുത്ത നീക്കങ്ങൾ പാടില്ലെന്ന് നവാസ് ഷെരീഫ് സഹോദരനെ ഉപദേശിച്ചുവെന്നാണ് ലഭിക്കുന്ന വിവരം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.